വീണേ, നീ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേടി. ഞാനത് ചെയ്തോളാം അമ്മേ. ഇതെന്താ നിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ക്ഷീണം? ഉറങ്ങിയില്ലേ രാത്രിയിൽ? ഉറക്കമൊന്നും കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ നല്ലോണം ഉറങ്ങുന്നുണ്ട്. അതിനി ഡേറ്റ് എങ്ങാനും മാറിയോ? ഡേറ്റ് ആയോ? ഡേറ്റൊക്കെ തെറ്റി. ഇത് പിന്നെ ഒരു സ്ഥിരതയൊന്നും ഇല്ലാത്തത് ഞാനിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇപ്പം തന്നെ എത്ര വർഷം ഇങ്ങനെ നോക്കി മടുത്തു. 4 വർഷമായില്ലേ ഇങ്ങനെ കാത്തിരിക്കുന്നേ. ചിലപ്പോൾ അങ്ങനെ ആയാലോ മോളെ. നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ക്ഷീണമുണ്ട്, അതെന്താണെന്നറിയില്ല. ചിലർക്ക് ദൈവം ആദ്യമേ കൊടുക്കും, ചിലർക്ക് കാത്തിരിപ്പിനൊടുവിലായിരിക്കും കൊടുക്കുക. എന്തായാലും മോളൊന്ന് പോയി നോക്കിയിട്ടോ, അമ്മയുടെ ഒരു സമാധാനത്തിന്. ചെല്ല്, അതവിടെ ഇട്ടേരെ. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് വരാം. അമ്മേ, അമ്മേ, എന്താടി അമ്മേ? അമ്മ പറഞ്ഞ അനുഗ്രഹം കിട്ടി അമ്മേ. ഇത്തവണ പോസിറ്റീവായി അമ്മേ. ആ പിന്നെ ഭഗവാനെ, അമ്മേ, ഞാൻ അമ്മയാകാൻ പോകുന്നു. ഞാൻ നാരായണനെ വിളിച്ച് പറയട്ടെ. ഹലോ ഹലോ, അരുണേട്ടാ, തിരക്കിലാ? യെസ്, ഓഫീസിലാ. ഞാനൊരു കാര്യം പറയട്ടെ. ആ, എന്താ മോളെ, ഇന്നും ഇല്ലെങ്കിൽ സന്തോഷത്തിലാണല്ലോ. പിന്നില്ലാതെ, നമ്മുടെ വീട്ടിലേ ഒരു വിശേഷം നടക്കാൻ പോവാ. എന്ത് വിശേഷം? നമ്മുടെ ഇടയിൽ ഒരാളും കൂടി വരാൻ പോവാന്ന്. ഒന്ന് മര്യാദയ്ക്ക് പറയാ എൻ്റെ വീണേ. ഞാൻ പ്രഗ്നൻ്റ് ചെക്ക. അരുണേട്ടാ, അരുണേട്ടാ, എന്താ മിണ്ടാത്തെ? 4 വർഷമായില്ലേ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇപ്പം സന്തോഷമായില്ലേ അരുണേട്ടാ? ഞാൻ കേൾക്കുന്നുണ്ട്. അരുണേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യാം. അരുണേട്ടനും കൂടി വേണമായിരുന്നു ഇവിടെ. ഹലോ, ഇതെവിടെ പോയേ അരുണേട്ടാ? എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ എത്ര ബാധ്യത എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് നിനക്കറിയാലോ വീണേ. അതുകൊണ്ട് നമുക്കിപ്പോൾ ആ കുഞ്ഞു വേണ്ട. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്? കഷ്ടമുണ്ട് കേട്ടോ ഈ സമയത്ത്. മോളെ, ഞാനൊന്ന് സെറ്റിലാകട്ടെ. ഞാനിപ്പോൾ സന്തോഷിക്കാൻ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഇങ്ങനെയാണ് തമാശ പറയണേട്ടാ? അത് ഈ സമയത്ത് ഒന്ന് പോയേന്ന്. ഇത് തമാശയല്ല വീണേ. ഇപ്പോഴാണെങ്കിൽ വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് കാര്യം നടക്കും. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പോൾ അരുണേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം അത്രത്തോളം പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കുക. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാൻ? ഞാനൊരമ്മയാകാൻ പോവല്ലേ. ആ സമയത്ത് പോലും എനിക്ക് സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് പറ്റില്ലല്ലേ. ഓരോ ആൾക്കാരുടെ കുത്തുവാക്കും ഓരോ സംസാരവും ഇതിനൊക്കെ ആൻസർ കൊടുക്കുന്നത് ഞാനൊരാളല്ലേ. നാട്ടുകാരെയൊക്കെ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊന്നും.
എനിക്കധികം ആലോചിക്കാനൊന്നുമില്ല. ഓക്കെ. വീണേ, നീ ഫോൺ വിളിച്ചു കഴിഞ്ഞില്ലേ മോളെ ഇതുവരെ? അരുൺ എന്താ പറഞ്ഞേ? എന്ത് പറ്റിയടാ? എന്താ മോളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആ, എന്ത് പറയാനമ്മേ, ഈ കുഞ്ഞിനെ അരുണേട്ടന് വേണ്ടെന്ന്. ദൈവമേ, ചെറുക്കൻ അങ്ങനെ പറഞ്ഞു. ബാധ്യത തീർക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയാൻ എൻ്റെ നാവും പൊന്തുന്നില്ല അമ്മേ. പക്ഷേ അരുണേട്ടനില്ലാതെ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? അവൻ പറയുന്നതായിട്ട് മോളെന്തിനിങ്ങനെ തളർന്നിരിക്കുന്നത്? അയ്യേ, ഈ ആണുങ്ങളുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ. അവർ ഇട്ടി പിടിയുന്ന പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാ. ജീവിതം പൂർണ്ണമാകുന്നത് പണം കൊണ്ട് മാത്രമല്ലല്ലോ മോളെ. ഒരമ്മയെ സംബന്ധിച്ച് ഒരു കുഞ്ഞ് വരുമ്പോഴാണ്. ആ കുഞ്ഞ് ഇങ്ങ് വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇത്രയ്ക്ക് അനുഭവിക്കാൻ എന്ത് പാവം അമ്മ ഞാൻ ചെയ്തേ. അത് പാവമല്ല മോളെ, അതൊരു അനുഗ്രഹമല്ലേ. അതിനെ വേണ്ടെന്ന് വയ്ക്കാൻ ആ ചെറുക്കൻ എങ്ങനെ പറയാൻ തോന്നിയെന്നോ. സാരില്ല മോള്, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. നാളെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ശരിയാവും കേട്ടോ. കുറച്ച് നേരം കിടക്ക്. ഹലോ. ഹലോ അരുണേട്ടാ, എനിക്ക് പറ്റണില്ല. എന്തിനാ വെറുതെ കരയുന്നേ? എനിക്ക് ആ കുഞ്ഞിനെ കളയാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്തോ ഒരു ആഗ്രഹിച്ചിട്ടാ നമ്മള്. വീണ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിനെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റില്ല. എന്ത് കടബാധ്യത, എന്ത് കടബാധ്യത നിങ്ങൾക്ക്? എല്ലാരും പറയണ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. എല്ലാ അച്ഛനമ്മമാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ മക്കളെ വളർത്തുന്നേ. എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാരും അങ്ങനെ തന്നെ. എങ്ങനെ മനസ്സോന്ന് നിങ്ങൾക്ക് ഇതെന്നോട് പറയാ? അപ്പോ നമ്മുടെ കുഞ്ഞ് നിങ്ങൾക്കൊരു ബാധ്യതയാണല്ലേ. എനിക്കെല്ലാം മനസ്സിലായി. ആദ്യം ഞാൻ വിചാരിച്ചു എന്നോട് വെറുതെ തമാശ പറയുന്നതാണ്. ഒരിക്കലും നടക്കില്ല. നീ എന്തൊക്കെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല.
അതിനെന്ത് പരിണത ഫലം ഉണ്ടായാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഒരു കുഞ്ഞു ജീവൻ എൻ്റെ ഉദരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്ത. ഇതിപ്പോ എന്റെ മാത്രം ഉത്തരവാദിത്തമല്ലേ? ഞാനിതിനെ വിട്ടു തരില്ല, സമ്മതിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ഇപ്പം എൻ്റെ തീരുമാനം ഇങ്ങനെ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നീ ചെയ്യാൻ പറ്റും നീ ചെയ്യും, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മനസ്സിലാക്കി പറഞ്ഞേട്ടോ, നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, നിങ്ങളിപ്പോ ചെയ്ത പോലെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ലോകത്ത് നിന്നിട്ട് ഇങ്ങനെ പറയില്ലായിരുന്നു. എന്നോട് അങ്ങനെ പറയില്ലായിരുന്നു. നിങ്ങളൊരച്ഛനല്ലേ, ഇപ്പൊ നിങ്ങളൊരച്ഛനായതല്ലേ. ഈ മാതൃത്വല്ലേ, അത് ഭയപ്പെടേണ്ട ഒന്നല്ല. അത് ദൈവത്തിന്റെ വരദാന. അതെങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് എനിക്കറിയാം. നടക്കത്തില്ല, ഞാൻ നടക്കത്തില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. എനിക്കിനി മുന്നോട്ട് വേറൊരു കാര്യം പറയാനിട്ടില്ല. നീ അത് മര്യാദയ്ക്കിരുന്ന് ആലോചിച്ച് അതിന് വേണ്ട തീരുമാനം എടുത്തോളൂ, അത്ര തന്നെ. എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ വേണ്ടിയില്ല. ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഞാനിവിടെ എല്ലാം അവസാനിപ്പിക്കാം. ഞാനും എൻ്റെ കുഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ തന്നെ അവൾ അമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ഒരു ജീവൻ്റെ സംഗീതമാണ്. ഗർഭചിത്രം എന്നത് ഒന്നും അറിയാത്ത ഒരു കുരുന്നിൻ്റെ ജീവൻ്റെ അവസാനവും. ഒരു നിമിഷം പോലും ഒരു ഹൃദയതാളവും നിശബ്ദമാക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരു ഹൃദയതാളം പോലും ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അതിനെ നിശബ്ദമാക്കരുതേ.